നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിന് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഏതാനും സ്റ്റോക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഒന്നാമത്തെ സ്റ്റോക്ക് ഹബ് ടൗൺ വീക്കിലി ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടാണ് ഇവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമ്മളിവിടെ ഒരു ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ് എടുത്ത് ഈ ഒരു സ്റ്റോക്ക് ഇങ്ങനെ മൾട്ടിപ്പിൾ ടൈംസിൽ ഈ ഒരു റീജിയണിൽ ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ് എടുത്തിരുന്നു. അപ്പം ഇത് 77 റീജിയണിലാണ് ഈ ഒരു സ്റ്റോക്ക് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനൊരു ബ്രേക്കൗട്ട് അതിന് മുകളിലും ഒക്കെ പ്രൈസ് ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ആഴ്ചകളായിട്ട്. അപ്പം നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു 86.65 എന്ന പ്രൈസിലാണ് ഇപ്പോൾ ലാസ്റ്റ് സ്റ്റോക്ക് ക്ലോസിങ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുകളിലൊന്ന് സ്റ്റോക്ക് പോയിട്ട് ജസ്റ്റ് താഴോട്ടൊന്ന് വന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് റീടെസ്റ്റിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ചെറിയൊരു കുറച്ചും കൂടെ താഴെയാണ് റീടെസ്റ്റ് ചെയ്ത് നമ്മുടെ ആ 76 താഴെ പോയി കുറച്ചും കൂടെ 70-68 റീജിയനിൽ വന്നിട്ട് വീണ്ടും ഒരു അപ്സൈഡ് മൊമെൻറ്റം തരുന്നുണ്ട്. അപ്പം ഇത് ചിലപ്പോൾ ഒരു ക്ലിയർ ആയിട്ട് ബ്രേക്കൗട്ട് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 80 റീജിയനിൽ ഒക്കെ ഈ ഒരു സ്റ്റോക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കാം. അതിനുശേഷം ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഈ ഒരു സ്വിങ്ങിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെക്കാം. ഏകദേശം 68 റീജിയണിലൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് വരുന്നത്. അപ്പം 68-80 രൂപയ്ക്ക് ഉള്ള ഒരു 80 രൂപ റീജിയണിലൊക്കെ നമ്മൾ എൻട്രി കിട്ടുവാണെങ്കിൽ നമുക്കൊരു 12 രൂപയുടെ ഒരു സ്റ്റോപ്പ് ലോസ് ആണ് വരുന്നത്. നമുക്കിവിടുന്ന് 1:1.5 അല്ലെങ്കിൽ 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ എടുത്ത് ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്ക് ഭാരത് വയർ. അപ്പം വീക്കിലി ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടാണ് ഇവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും അതിമനോഹരമായിട്ടൊരു വോളിയം കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ച ഇപ്പോൾ ഒരു ദിവസമാണ് ട്രേഡിങ് സംഭവിച്ചിട്ടുള്ളൂ. അവിടെയും നല്ലൊരു വോളിയം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു റീജിയനിലാണ് 3 തവണ റെസിസ്റ്റൻസ് എടുത്തു. അപ്പം ആ ഒരു റീജിയന് മുകളിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു വിക്ക് ക്രിയേറ്റ് ചെയ്തത് ഏകദേശം 92 റീജിയനിലാണ്. അപ്പോൾ ഈ 92 റീജിയണിന് മുകളിൽ ഈ വീക്കിലി ക്യാൻഡിൽ ക്ലോസിങ് തരികയാണെങ്കിൽ മാത്രം ഈ വീക്കിലിയിൽ ക്ലോസിങ് തരികയാണെങ്കിൽ മാത്രം 92-ന് മുകളിൽ നമുക്ക് ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഇട്ട് നമുക്ക് 1:1.5 റിസ്ക് റിവാർഡ് റേഷ്യോ അല്ലെങ്കിൽ 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്ത് 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചാർട്ട് നിങ്ങൾ ഓപ്പൺ ആക്കുക, അതിനുശേഷം ട്രെൻഡ് ലൈനൊക്കെ വരച്ചതിന് ശേഷം ഈ പ്രൈസ് സ്റ്റോപ്പ് ലോസ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ടാർഗറ്റും സെറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ ഡ്രോ ചെയ്യുന്നതനുസരിച്ച് കൂടുതലായിട്ടും ഏത് ചാർട്ട് കണ്ടു കഴിഞ്ഞാലും നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെയുള്ള ലൈൻസും കാര്യങ്ങളൊക്കെ വരച്ച് നല്ല എൻട്രീസ് സ്വന്തമായിട്ട് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.